എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ലൊക്കേഷനിലാണ്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അതും ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വീട് ഇവിടെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈസ് ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുകൊണ്ട് പ്രൈസ് നമ്മൾ എപ്പോഴാണ് വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എറണാകുളം ജില്ലയിലെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 14 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ കാക്കനാട് കളക്ടറേറ്റിലേക്ക് ഇവിടെ നിന്ന് വെറും 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 17ഉം എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് എത്താം. വെറും 14 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് തൊട്ടടുത്തൊരു മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.7 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4.7 സെന്റ് സ്ഥലത്ത് 1710 സ്ക്വയർ ഫീറ്റ് കൂടാതെ 435 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഓപ്പൺ ഏരിയ വേറെയും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടുള്ള മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കാണുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. ഭംഗിയുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന് മുന്നിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 വീടുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഇന്നൊരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തൊട്ടടുത്ത വീട് ഇതിലും കുറഞ്ഞ ബഡ്ജറ്റാണ്. അതിന് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മാർബിൾ ഹോംസിലേക്ക് തന്നെ വിളിക്കുക. നമുക്ക് ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. ഒരു ഗ്രീൻ കളർ ടെക്സ്ചർ വർക്കിൽ ക്രോസ് ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. അതുപോലെ തന്നെ നമുക്ക് ഗേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ വലിയൊരു മുറ്റമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. മൂന്നാമതൊരു കാറ് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടെ കിട്ടുന്നുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയായിട്ട് നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് കെട്ടിയുണ്ടാക്കി മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ആലുവയ്ക്ക് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് KWയുടെ കണക്ഷൻ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ കിച്ചണിന്റെ സൈഡിലൊക്കെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ട് ചെറിയൊരു കേജ് നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഭാഗത്തൂടെ ബാക്ക് സൈഡിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ബാക്കും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലൊക്കെ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വീടിന് ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് മെറ്റൽ ചിപ്പുകളാണ് ഇവിടെ എല്ലാം വിരിച്ചിരിക്കുന്നത്. ചെടികളൊക്കെ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഈ ലാൻഡ് തന്നെ 4.7 സെന്റ് വരുന്നത് കൊണ്ട് നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ റൗണ്ട് ചെയ്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നല്ല വിഡ്ത്ത് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ടൈലാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി നമ്മൾ നടന്ന് നേരെ എത്തുന്നത് വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ്. അതായത് കാർ പോർഷന്റെ ഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിലുള്ള പില്ലർ നോക്കിയാൽ നല്ല വുഡൻ കളറുള്ള പെയിന്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 4 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്ക് സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ തിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നല്ല വീതിയുള്ള കട്ടളപ്പടിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിൽ 2 പീസ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലോർ നോക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഒരു കോപ്പർ കളർ ഡിസൈൻ തന്നെ, കോപ്പർ കളറും കോപ്പർ കളർ ഡിസൈനും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ടൈലാണ്. ചെറിയൊരു അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അറിയാത്ത രീതിയിൽ ഭംഗിയുള്ള ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡോർ തുറന്ന് വരുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും ഫ്രഞ്ച് മോഡലുള്ള ബാക്കി വിൻഡോസും 3 എണ്ണം ഈ ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ അളവ് നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും
9.5 അടി വീതിയുമാണ് കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നു വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു വലിയ വോളിലാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടി വി വെക്കാനായിട്ട് മൾട്ടിവുഡിൽ നല്ല ഡിസൈനോട് കൂടിയിട്ട് ഭംഗിയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് ഷെൽഫുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും അതിനകത്ത് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റൂഫിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും പാനലിംഗ് വർക്കുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് തന്നെ മൾട്ടിവുഡിൽ ഭംഗിയായിട്ട് ചെയ്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. 15 അടി നീളവും 9.5 അടി വീതിയുമുള്ള വലിയൊരു ഡൈനിങ് ഏരിയയിൽ 10 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ കേബിള് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിന് വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 കൊടുത്തുകൊണ്ടാണ്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, LED ബൾബുകൾ വരുന്നുണ്ട്, ഫാൻ ഫിറ്റിംഗും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ ബോൾ തോന്നിക്കുന്ന ടൈലാണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ കൊടുത്ത് സേഫ് ആയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. നമുക്ക് ആ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലൊക്കെ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വലിയ ഷെൽഫുകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടൊക്കെയാണ് നമ്മുടെ ആ ഒരു ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. ഇവിടെയും ഒരു ഷെൽഫ് കിട്ടുന്നുണ്ട്, വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയും നമുക്ക് കബോർഡ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്ത് നിന്നാണ് ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻട്രൻസ് തന്നെ നല്ല ഹെവി ആയിട്ട് വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്, ഗ്ലാസ് ഡോർ ഒക്കെ കൊടുത്ത് അതിനകത്ത് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ആ ഒരു ഓപ്പൺ ഏരിയകളിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് നോക്കുവാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗ്രാനൈറ്റ് പീസാണ്. ഇതിന് താഴെ നമുക്ക് ഓപ്പൺ ഷെൽഫ് ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4 or 5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാർട്ടീഷൻ പോലെയാണ് കിച്ചൺ നമുക്ക് സ്ലാബുകൾ കൊടുത്തിട്ട് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ആ ഒരു സ്പേസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് താഴെ വരുന്ന കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ഗ്രീൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. മുകൾ ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന വാർഡ്രോബ് കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. 2 പാർട്ടീഷൻ കൊടുത്തിട്ട് കിച്ചൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്തും ആ സെക്കൻഡ് പോർഷനിലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹിന്ദു വെയറിന്റെ ഒരു ചിമ്മിണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചണിലെ മെയിൻ പോർഷനിലാണെങ്കിൽ പോലും ഒരു ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്കുള്ള സിങ്ക് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അതിനോടടുത്ത് തന്നെയായിട്ട് നമുക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫാൻ കൂടാതെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും LED ബൾബുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കിച്ചന്റെ സറൗണ്ടിങ് ഏരിയ നിങ്ങൾ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി ഈ ഒരു ഏരിയയിലൂടെ എല്ലാം തന്നെ നടന്ന് കണ്ടതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ കവർ ചെയ്തെടുത്താലും ഇതേ ഒരു വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. 2 ഡോറുകൾ അടുത്തടുത്ത് കാണുന്ന ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൂടി ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള വർക്കുകളും കൂടിയാണ് നമുക്കിനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. നിറയെ വിൻഡോസ് ആണ് ചുറ്റിനും കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വുഡൻ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളിലുള്ള മിറർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ ധാരാളം കിട്ടുന്നുണ്ട്. കബോർഡുകളൊക്കെ നിറയെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള വർക്കുകൾ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ഡോറിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അകത്തുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയായ ഡിസൈൻ ഗ്ലോസി ആയിട്ടാണ് വോളിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
താഴെ ഫ്ലോറിൽ നല്ല മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുമാണ് ഗ്രിപ്പോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ബെഡ്റൂമിന്റെയും ബെഡ്റൂം സൈസ് ഒട്ടും പിന്നിലല്ല, 13 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് ഇവിടെയും 3 വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഔട്ടർ പോർഷനുകളിലൊക്കെ പ്രൊജക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും LED ബൾബുകളും മിഡിലെ ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറുകളെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വോളിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ നല്ല ഭംഗിയായ ഡിസൈനോട് കൂടിയിട്ടാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. വന്ന് നിൽക്കുന്നത് തന്നെ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല വലിയൊരു ഹാള് തന്നെയാണ് നമുക്കിവിടെ അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് കിട്ടുന്നത്. സ്ട്രേറ്റ് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് 3 വിൻഡോസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള സിമ്പിൾ ഡിസൈനുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മിഡിലായിട്ട് നമുക്ക് ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ നമുക്ക് TV വെക്കാനായിട്ട് ഈ കാണുന്ന ഒരു വോൾ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റും അതുപോലെ കേബിൾ വരാനുള്ള ലൈനും എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം വന്ന് നിൽക്കുന്നത് ഈ ഒരു ഡോറിന്റെ അടുത്താണ്. ഇത് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആണ്. അത് തന്നെ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. നമുക്ക് വളരെ വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹാഫ് പോർഷനോളം നമുക്ക് സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കവർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു റൂം ആക്കി കൂടി എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാരണം വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് കണ്ടത്. റൈറ്റ് സൈഡിലാണ് നമുക്കിനി ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ വരുന്നത്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഈ ഒരു വോളിലും 3 വിൻഡോസ് ഇവിടെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് LED സ്ട്രിപ്പും LED ബൾബും വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ടൈലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ ലീഫി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടൈലുകളാണ് എല്ലാ ബാത്റൂമുകളിലും തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. 4ാമത്തെ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ഭംഗിയായിട്ടുള്ള കളർഫുൾ ബൾബുകളും അതുപോലെ തന്നെ ഫാൻ ഫിറ്റിംഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയും ലീഫി ഡിസൈൻ തന്നെയാണ്. അത് ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. 4 ബാത്റൂമുകളിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഡിസൈനിലുള്ള ടൈലുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന ഡോർ നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള എൻട്രി ആണ്. ആവശ്യത്തിനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഏരിയ ആണ്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള റോഡിന്റെ ആ ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊടുത്ത് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനും വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. പ്രധാനപ്പെട്ട ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും എയർപോർട്ട്, ഇൻഫോ പാർക്ക്, ലുലു മാള് ഇവിടേക്കെല്ലാം തന്നെ നമുക്ക് വെറും 20 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ്. 13-14 കിലോമീറ്ററുകളൊക്കെ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. എയർപോർട്ടിലേക്ക് വെറും 14 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പൊ അതുകൊണ്ട് വിദേശത്തുള്ള ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഓപ്ഷനാണ്. നിങ്ങൾ എളുപ്പത്തിലൊക്കെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 20, 25, 30 മിനിറ്റ് കൊണ്ടൊക്കെ വീട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അമ്പലങ്ങള്, പള്ളികള്, മോസ്ക് ഇതെല്ലാം തന്നെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഏരിയയിലാണ് ഇന്ന് പരിചയപ്പെടുത്തിയ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലാൻഡ് അളവ് വരുന്നത് 4.7 സെന്റ് ആണ്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1710 കൂടാതെ നമുക്ക് ഓപ്പൺ ഏരിയ കൂടി കുറച്ചുകൂടി 435 സ്ക്വയർ ഫീറ്റ് ഓപ്പൺ ഏരിയ കൂടി വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്താൽ നമുക്ക് 3ാമതൊരു കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്. KWയുടെ വാട്ടർ ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. 4.7 സെന്റ് ലാൻഡിൽ 1710 പ്ലസ് 435 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് വരുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്.
70 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ഈ വീട് സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റോട് കൂടിയിട്ട് നമുക്ക് ലോൺ ഫെസിലിറ്റി കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. രാജഗിരി ഹോസ്പിറ്റലിന് വളരെ അടുത്താണ്, നല്ല ഡിമാൻഡ് ഉള്ള ഏരിയയാണ്, ഒട്ടും വൈകരുത്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.